ഡേറ്റാന്റെ പറയുന്നത് ഈ സ്ഥലം കാണാൻ ഇവിടത്തെക്കാളും വളരെ മനോഹരമാണെന്നാണ്. വേഗം പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കേ. ശരി ഡേറ്റാൻഡി. അറിയാലോ അത് രാവിലെ പോണെന്ന്. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നമുക്ക് ഇവനെയും കൂടെ കൊണ്ടുപോയാലോ? ഹൈദി, നീ അതൊന്നും ചിന്തിക്കണ്ട. ഈ പൂച്ച ഈ തെരുവ് വിട്ടു പോയിട്ടില്ല. പിന്നെയാണോ ഈ രാജ്യം വിട്ടു പോകുന്നതിനെ കുറിച്ച് നീ പറയുന്നത്? പുറത്തു പോ പൂച്ചെ. ഹൈദി വെറുതെ വിട. എനിക്ക് മലനിരകൾ കാണാൻ കൊതിയാവുന്നു. മേഘങ്ങളും മലനിരകളും അടുത്താണെന്നുള്ളത് സത്യമാണോ? ഓ പിന്നല്ലാണ്ട്. വേഗാട്ടെ, വർത്താനം മതിയാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യ. എത്ര നാൾ ഞാൻ അവിടെ നിക്കണം? ഫ്രാങ്ക്ഫർട്ടിലെ ജോലി അനുസരിച്ചിരിക്കും. ആവശ്യമുള്ള അത്രയും കാലം നീ നിക്കണം. ഈ ഗ്രാൻഡ് പേ എങ്ങനെയാണ്? എന്നെ കാണുമ്പോ സന്തോഷമാവുമോ? തീർച്ചയായും സന്തോഷമാകും. എന്തൊക്കെയാണേലും മോളുടെ മുത്തശ്ശനല്ലേ. ഗ്രാൻഡ് പ കാണാൻ എങ്ങനെ ഇരിക്കും? നിനക്കറിയോ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറെ നാളായി. എല്ലാം ശരിയാകുമെന്ന എന്റെ വിശ്വാസം. മോള് വേഗം ഉറങ്ങാൻ നോക്ക്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്റെ ഫ്രിസി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. കുട്ടി നക്ഷത്രമേ, ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരിക്കണേ. പിന്നെ മുത്തശ്ശനെന്ന് നന്നായി ഇഷ്ടാകണേ. പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞല്ലേ വേഗം ഇറങ്ങാൻ. ഫ്രിസിയോട് യാത്ര പറയാതെ ഞാൻ എങ്ങനെ ഇറങ്ങുന്നേ? അതൊക്കെ ശരി, പക്ഷെ അത് വെറും ഒരു പൂച്ചയല്ലേ. ട്രെയിൻ നീങ്ങി തുടങ്ങി. മോളെന്താ ഇവിടെ ചെയ്യുന്നത്? ട്രെയിൻ നീങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുന്നേ വീട്ടിൽ പോണം. മോള് വിഷമിക്കാതിരിക്കും. ആ പാവ സ്റ്റേഷൻ മാസ്റ്റർ എടുത്തു വെച്ചു. മോള് തിരിച്ചു വരുമ്പോ ഞാനത് വാങ്ങിത്തരാം കേട്ടോ. അവൾ ഫ്രാങ്ക്ഫർട്ടിൽ താമസിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ മോളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. ഞാൻ അവളുടെ അമ്മ കുറെ നാൾ മുമ്പേ മരിച്ചു. ക്ഷമിക്കൂ. എല്ലാം ശരിയാക്കില്ലേ. ഈ അമ്മയിൽ മോളുടെ പാവ എടുത്ത് വെക്കും. നമ്മളിത് കാണുമ്പോൾ ഞാനത് മോൾക്ക് തരാം. ഇനി കരച്ചിലൊക്കെ നിർത്തിയിട്ട് മോള് വാ. മോള് വളരെ നല്ല കുട്ടിയാണല്ലോ. സുരക്ഷിതനായിരിക്കും. പുറത്തുവിടാൻ പറ്റിയ സ്ഥലം കിട്ടുന്നവരെ ഇവിടെ ഇരിക്കും. ഹായ്, ഒരു സ്റ്റേഷൻ.
ഇവിടെ ഇരിക്കുന്നത് വളരെ നന്നായിരിക്കും. തെരേസ, ബോധമില്ലേ നിനക്ക്? ഞാനൊന്നും ചെയ്തില്ലമ്മേ. ഈ പെങ്കൊച്ചാണ് ഇവിടെ വഴിയിൽ വന്നിട്ടാണ് ഇങ്ങനെ. കുറച്ചൊക്കെ ശ്രദ്ധിച്ചു നടക്കുവച്ചേ. ഒന്ന് മാറി നിൽക്ക്, ഞങ്ങൾ പൊത്തോട്ടെ. ലില്ലി, നീ എന്തെടുക്ക അവിടെ? തേജ, എന്ത് സർപ്രൈസ് ആണിത്? കണ്ടതിൽ സന്തോഷം. എങ്ങോട്ടാ യാത്ര? ഗുഡ് മോർണിംഗ്. ഞങ്ങള് ഡെർബിയിലേക്ക് പോവാം. ഈ നഗരം മതിയായോണ്ട് ഡെർബിയിലേക്ക് തിരികെ വരുവാണോ? അല്ല, ഞാൻ എന്റെ നീസിന്റെ കൂടെ. നിന്റെ നീസോ? ഞാൻ അവളെ മുത്തശ്ശനെ ഏൽപ്പിക്കാനായി പോവാ. അവളെ അങ്കിളിന്റെ കൂടെ നിർത്താൻ കൊണ്ടുപോകുന്നെന്നോ? അങ്കിളോ? മുത്തശ്ശനാണോ ഉദ്ദേശിച്ചത്? നിങ്ങക്ക് പോയി കളിച്ചൂടെ? ഞാൻ അവളുടെ അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പാ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുന്നു. വളരെ നല്ല കാര്യം. തെരേസ, നീ പോയി ഹെയ്ഡിയുടെ കൂടെ കളിക്കേ. എന്നോട് പറയൂല്ല, എനിക്കെല്ലാം അറിയണം. അപ്പോ ഹായ്, എന്റെ പേര് ഹേദി എന്നാണ്. ഈ കേട്ടത് സത്യാണോ? നീ നിന്റെ അങ്കിളിന്റെ കൂടെ താമസിക്കാൻ പോവാ? എന്നെ മുത്തശ്ശനാണ് ഉദ്ദേശിച്ചത്. അതെ, ഡേറ്റ ആന്റി ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നീ ഇപ്പൊ വളരെ മോശം അവസ്ഥയിലെന്നാണ് തോന്നുന്നത്. ആണോ? എന്തുകൊണ്ട്? കാരണം അദ്ദേഹം ഒരു മൂശേട്ടയാണ്. ആരോട് സംസാരിക്കാറേ ഇല്ല, ഭയങ്കര ദേഷ്യമാ. ചിലര് പറയുന്നത് അദ്ദേഹം കിളികളെ തൂവല് പോലും കളയാതെ തിന്നുമെന്നാണ്. അതും പാചകം പോലും ചെയ്യാതെ. അതൊക്കെ ചുമ്മാ പറയുന്ന. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ പൊന്നുപോലെ